1936 ബെർലിൻ ഒളിമ്പിക്സ് ആണ് വേദി. ഫീൽഡ് ഹോക്കി ഫൈനൽ മത്സരം നടക്കുന്നത് അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു. കാരണം സ്റ്റാൻസിലെ VIP സീറ്റിൽ ഇരുപ്പുറപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ ഹിറ്റ്ലറാണ്. ഇന്ത്യയെ നേരിടുന്ന ജർമ്മൻ ടീമിൽ നിന്ന് ജയത്തെ കുറഞ്ഞൊന്നും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ മത്സരത്തിനിടെ ഉണ്ടായ അപകടത്തിൽ സ്വന്തം പല്ല് നഷ്ടപ്പെട്ട, എന്നാൽ ആത്മവിശ്വാസം തെല്ലും നഷ്ടപ്പെടാത്ത ഒരു ഇന്ത്യക്കാരന് മുന്നിൽ ഹിറ്റ്ലറുടെ ജർമ്മനി കീഴടങ്ങി. സ്കോർ 8-1. സർവ്വസന്നാഹങ്ങളുമായി ഒരു നാടിനെ പിടിച്ചടക്കാൻ വന്ന ഒരു സൈന്യം ഒരൊറ്റ പട്ടാളക്കാരന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. സോവിയറ്റ് യൂണിയന് മുമ്പേ പ്രതിഭ കൊണ്ട് ഹിറ്റ്ലറെ തോൽപ്പിച്ച, ഹോക്കി സ്റ്റിക്ക് മാന്ത്രിക വടിയാക്കിയ മേജർ ധ്യാൻചന്ദിനെ കുറിച്ചാണ്. ജർമ്മനിയെ മാത്രമല്ല ബ്രിട്ടനെയും കുലുക്കിയിട്ടുണ്ട് ധ്യാൻചന്ദ്. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലായിരുന്ന കാലത്ത് ഹോക്കി സ്റ്റിക്ക് കൊണ്ടുപോലും ദേശീയ ബോധം ഒരു ജനതയുടെ ഉള്ളിലേക്ക് നിറയ്ക്കാനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചതാണ്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് പിന്നിൽ ആത്മാഭിമാന പോരാട്ടത്തിന്റെ മധുരം കൂടിയുണ്ട്. കളി മികവ് കൊണ്ടോ കായിക ബലം കൊണ്ടോ തങ്ങളെക്കാൾ പിന്നിലാണ് ഇന്ത്യക്കാരെന്ന് കരുതിയ അവരുടെ അഹന്തയ്ക്കുള്ള കൊട്ട് നൽകിയാണ് ഇന്ത്യ ആംസ്റ്റർഡാമിലേക്ക് വണ്ടി കയറുന്നത്. ലണ്ടനിൽ വെച്ച് നടന്ന പരിശീലന മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ഒളിമ്പിക് ടീമിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഇന്ത്യ തോൽപ്പിച്ചത് വലിയ വാർത്തയായി. ധ്യാൻചന്ദ് തന്നെയായിരുന്നു വിജയശില്പി. ഒളിമ്പിക്സ് പോലൊരു വേദിയിൽ തങ്ങളുടെ കീഴിലുള്ള രാജ്യത്തോട് തോൽക്കുമെന്ന് ഭയന്ന് സ്വന്തം ടീമിനെ ആംസ്റ്റർഡാമിലേക്ക് അയക്കുന്നില്ല എന്ന് പോലും അവർ തീരുമാനമെടുത്തു. അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ പട്ടാളക്കാരനായതുകൊണ്ട് സ്വാഭാവികമായി അതേ വഴിക്ക് തന്നെ നടന്നു ധ്യാൻചന്ദ്. പകൽ സമയങ്ങളിൽ ആർമിയിൽ ഡ്യൂട്ടിയും രാത്രി നിലാവെളിച്ചത്തിൽ ഹോക്കി പരിശീലനവുമായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യ. ഈ കഠിന പ്രയത്നമാണ് ധ്യാൻ സിംഗിനെ ധ്യാൻചന്ദാക്കി മാറ്റിയത്. അറിയപ്പെടുന്ന ഗുസ്തിക്കാരനാകാൻ ആഗ്രഹിച്ച അയാൾ പിൽക്കാലത്ത് ഹോക്കി ചരിത്രത്തിലെ ഏറ്റവും മികച്ച സെന്റർ ഫോർവേഡ് എന്ന് പേരെടുത്തതും ചരിത്രമാണ്. ഞങ്ങൾ റൺസ് അടിച്ചു കൂട്ടുന്നത് പോലെയാണ് നിങ്ങൾ ഗോളുകൾ നേടുന്നത്. ക്രിക്കറ്റ് ഇതിഹാസം ഡോൺ ബ്രാഡ്മാൻ ധ്യാൻചന്ദുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ജാലവിദ്യക്കാരന്റെ കൈയടക്കത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ധ്യാൻചന്ദിന്റെ പന്തടക്കം. എതിരാളികൾക്ക് പിടിച്ചെടുക്കാൻ ഒരു പഴുതുപോലും നൽകാതെയുള്ള മുന്നേറ്റങ്ങളെല്ലാം അവസാനിക്കുന്നത് ഗോളിലേക്കോ ഗോളവസരങ്ങളിലേക്കോ ആയിരുന്നു. സ്റ്റേജിൽ മാജിക് ഷോ നടത്തുന്ന മാന്ത്രികന്റെ ഉപകരണങ്ങൾ പരിപാടിക്ക് മുന്നേ കാണികൾ പരിശോധിക്കുന്നത് പോലെ എതിർ പോസ്റ്റിലേക്ക് നിരന്തരം നിറയൊഴിക്കുന്ന ആ മനുഷ്യന്റെ ഗോൾ സ്കോറിംഗ് മികവിൽ സംശയം തോന്നിയ ചിലർ ആ ഹോക്കി സ്റ്റിക്ക് വാങ്ങി പരിശോധിച്ചു എന്നതും ചരിത്രമാണ്. 1936 ബെർലിനിലെ ഹോക്കി ഫൈനലിന് ശേഷം നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കവേ ഹിറ്റ്ലർ ധ്യാൻചന്ദിനെ നേരിൽ കണ്ടു. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ അദ്ദേഹത്തിന്റെ പോസ്റ്റിനെ കുറിച്ച് തിരക്കി. ശേഷം ജർമ്മൻ പൗരത്വവും നാസിപ്പടയിൽ ഉയർന്ന റാങ്കുള്ള ജോലിയും വാഗ്ദാനം ചെയ്തു. അത് നിരസിക്കാൻ ധ്യാൻചന്ദിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ഹോക്കിയിലൂടെ ആ മനുഷ്യൻ രാജ്യത്ത് മറ്റൊരു വിപ്ലവം നടത്തുകയായിരുന്നു. 1926, 1949 കാലയളവിൽ രാജ്യത്തിനായി 500-ലേറെ ഗോളുകളാണ് ധ്യാൻചന്ദ് അടിച്ചുകൂട്ടിയത്. 3 ഒളിമ്പിക്സുകളിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി. 2ാം ലോക മഹായുദ്ധം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കൂടുതൽ സ്വർണ്ണ മെഡലുകൾ അദ്ദേഹം നാട്ടിലെത്തിക്കുമായിരുന്നെന്ന് ഉറപ്പ്. ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. ദേശീയ കായിക ദിനമായി രാജ്യം ആഘോഷിക്കുകയാണ്. പാരീസിൽ വെങ്കല മെഡൽ നിലനിർത്തി ഇന്ത്യൻ ഹോക്കി ടീം വീണ്ടും ഒരു മനോഹര കാലഘട്ടത്തിന്റെ പാതയിലാണ്. ഈ ദിവസം ഇന്ത്യൻ ഹോക്കിയുടെ ദൈവത്തെ ഓർമ്മിക്കാതെ കടന്നുപോകുന്നത് എങ്ങനെ?